ചരിത്രത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യക്തി ആരാണെന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ആരുടെയൊക്കെ പേരാ വരുന്നത്? ഇന്നത്തെ വലിയ വലിയ ശതകോടീശ്വരന്മാരുടെ പേരുകളായിരിക്കും അല്ലേ? എന്നാൽ വരൂ, നമുക്കൊന്നൊരു 700 വർഷം പിന്നോട്ട് പോകാം. ഇന്നത്തെ എല്ലാ സമ്പന്നരെയും വെല്ലുന്ന ഒരാളെ പരിചയപ്പെടാം. ഒന്നാലോചിച്ച് നോക്കിക്കേ, വെറുമൊരാൾ തന്റെ കയ്യിലിരുന്ന പണം കൊണ്ട് ഒരു പ്രദേശത്തെ മുഴുവൻ സാമ്പത്തിക വ്യവസ്ഥയെയും തകിടം മറിക്കുക. 1324-ൽ അത് സംഭവിച്ചു. ഒരൊറ്റ വ്യക്തിയുടെ ഔദാര്യം കാരണം ഒരു മേഖലയിലെ സ്വർണത്തിന്റെ വില തന്നെ ഇല്ലാതായി. അപ്പോ ആരായിരുന്നു ഈ അത്ഭുത മനുഷ്യൻ, ലോകത്തെ സ്വർണം കൊണ്ടു വിസ്മയിപ്പിച്ച ആ വ്യക്തി? ഇദ്ദേഹമാണ് മാൻസ മൂസ, മാലി സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി. നമ്മൾ ഇന്നത്തെ കോടീശ്വരന്മാരുടെ കാര്യം പറയുമ്പോൾ അവരുടെ സമ്പത്തൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ മാൻസ മൂസയുടെ കാര്യം അങ്ങനെയല്ല. അദ്ദേഹത്തിന്റെ സമ്പത്ത് എത്രയാണെന്ന് കണക്കാക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും വലുതായിരുന്നു അത്. ശരി, അപ്പോൾ അടുത്ത ചോദ്യം വരും, എവിടുന്നാണ് ഇദ്ദേഹത്തിന് ഇത്രയും വലിയ സമ്പത്ത് കിട്ടിയത്? അതിന്റെ ഉത്തരം പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി സാമ്രാജ്യത്തിലാണ്. 14-ാം നൂറ്റാണ്ടിൽ ലോകത്തിലെ തന്നെ ഒരു സൂപ്പർ പവർ ആയിരുന്നു ഈ മാലി സാമ്രാജ്യം. ഇന്നത്തെ മാലി, സെനഗൽ, ഗിനിയ, അങ്ങനെ കുറേ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ ചേർന്ന ഒരു വലിയ സാമ്രാജ്യം. ഈ കണക്ക് കേട്ടാൽ നിങ്ങൾ ശരിക്കും ഞെട്ടും. അക്കാലത്ത് ലോകത്ത് ആകെയുണ്ടായിരുന്ന സ്വർണത്തിന്റെ പകുതി, ഏകദേശം പകുതിയോളം വന്നിരുന്നത് ഈ മാലി സാമ്രാജ്യത്തിൽ നിന്നായിരുന്നു. ഉപ്പിന്റെ കാര്യവും അങ്ങനെ തന്നെ. മാൻസ മൂസ ഭരിക്കുമ്പോഴായിരുന്നു ഈ സാമ്രാജ്യത്തിന്റെ യഥാർത്ഥ സുവർണകാലമെന്ന് പറയാം. ഇനി നമ്മൾ വരാൻ പോകുന്നത് മാൻസ മൂസയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവത്തിലേക്കാണ്. മാലി എന്ന പേര് ലോകഭൂപടത്തിൽ എഴുതിച്ചേർത്ത ആ ഐതിഹാസിക യാത്ര, 1324-ലെ അദ്ദേഹത്തിന്റെ ഹജ്ജ് തീർത്ഥാടനം. ഇതൊരു സാധാരണ തീർത്ഥാടനമായിരുന്നില്ല കേട്ടോ. 60,000 പേര്. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, സഹാര മരുഭൂമിയിലൂടെ നീങ്ങുന്നൊരു വലിയ നഗരം പോലെയായിരുന്നു അത്. സൈനികരും ഉദ്യോഗസ്ഥരും പരിചാരകരും. എന്തുമാത്രം വലിയൊരു സംഘമായിരുന്നിരിക്കും അത്. ഈ പോകുന്ന സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് എത്രയാണെന്ന് കേൾക്കണോ? 100 കണക്കിന് ഒട്ടകങ്ങൾ. അതിൽ ഓരോ ഒട്ടകത്തിന്റെ പുറത്തും ഏകദേശം 136 കിലോ ശുദ്ധമായ സ്വർണമുണ്ടായിരുന്നു. നമുക്ക് സങ്കൽപ്പിക്കാൻ പോലും പറ്റുന്നുണ്ടോ? യാത്ര പോകുന്ന വഴിക്ക് കെയ്റോ, മദീന പോലുള്ള നഗരങ്ങളിലൊക്കെ അദ്ദേഹം നിർത്തി. എന്നിട്ട് പാവപ്പെട്ടവർക്കൊക്കെ സ്വർണം വാരിക്കോരി കൊടുത്തു. പ്രത്യേകിച്ച് ഈജിപ്തിലെ കെയ്റോയിലെ. അവിടെ അദ്ദേഹം കൊടുത്ത സ്വർണം കാരണം ആ നാട്ടിലെ സ്വർണത്തിന് വിലയില്ലാതായി. അതായത് ഒരു സാധനം ആവശ്യത്തിൽ കൂടുതലുണ്ടായാൽ എന്ത് സംഭവിക്കോ അതുതന്നെ. ഈയൊരു പ്രശ്നം 1-2 വർഷം കൊണ്ടൊന്നും തീർന്നില്ല. അദ്ദേഹം അവിടെ വന്ന് പോയതിന്റെ ആഘാതത്തിൽ നിന്ന് കരകയറാൻ ആ പ്രദേശത്തെ സമ്പദ്വ്യവസ്ഥയ്ക്ക് 12 വർഷം വേണ്ടിവന്നു. ഒന്നോർത്തു നോക്കിക്കേ, 12 വർഷം. പക്ഷേ മാൻസ മൂസയുടെ കഥ വെറും സ്വർണത്തിന്റെ കഥയല്ല. സ്വർണത്തിനപ്പുറം അറിവിനും വലിയ വിലയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഒരു രാജാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ടുതന്നെ ഹജ്ജ് കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ അദ്ദേഹം കൂടെ കൂട്ടിയത് സ്വർണം മാത്രമായിരുന്നില്ല. ഇസ്ലാമിക ലോകത്തെ ഏറ്റവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെയും ആർക്കിടെക്റ്റുകളെയും കലാകാരന്മാരെയുമൊക്കെ അദ്ദേഹം തന്റെ രാജ്യത്തേക്ക് ക്ഷണിച്ചുകൊണ്ടുവന്നു. അങ്ങനെയാണ് അദ്ദേഹം ടിംബക്ടു എന്ന ഒരു സാധാരണ വ്യാപാര കേന്ദ്രത്തെ ലോകമറിയുന്ന ഒരു വിജ്ഞാന കേന്ദ്രമാക്കി മാറ്റിയത്. പണ്ഡിതന്മാരെ ക്ഷണിച്ചു, വലിയ പള്ളികൾ പണിതു, ലോകോത്തര ലൈബ്രറികൾ സ്ഥാപിച്ചു. പിന്നെ വിഖ്യാതമായ സങ്കൂർ സർവകലാശാലയ്ക്കും തുടക്കമിട്ടു. അദ്ദേഹത്തിന്റെ ഈ പ്രവർത്തനങ്ങൾ വെറുതെയായില്ല. ടിംബക്ടുവിലെ സങ്കോർ സർവകലാശാല അക്കാലത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഠനകേന്ദ്രങ്ങളിൽ ഒന്നായി മാറി. അറിവ് തേടി പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ അവിടേക്ക് വരാൻ തുടങ്ങി. അപ്പോ എന്തായിരുന്നു മാൻസ മൂസ ചരിത്രത്തിൽ ബാക്കിവെച്ചത്? എങ്ങനെയാണ് ലോകം അദ്ദേഹത്തെ ഇന്നും ഓർക്കുന്നത്? അദ്ദേഹത്തിന്റെ ആ സ്വർണം നിറഞ്ഞ യാത്രയുടെ കഥകൾ യൂറോപ്പിലൊക്കെ പാട്ടായി. അതിന്റെ ഫലമായിട്ടാണ് അക്ഷരാർത്ഥത്തിൽ തന്നെ മാലി സാമ്രാജ്യം യൂറോപ്യൻ ഭൂപടങ്ങളിൽ ഇടം പിടിച്ചത്. 1375-ലെ പ്രശസ്തമായ കാറ്റലൻ അറ്റ്ലസിൽ കയ്യിൽ ഒരു സ്വർണ്ണക്കട്ടയും പിടിച്ചിരിക്കുന്ന മാൻസ മൂസയെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അദ്ദേഹത്തിന്റെ പൈതൃകം എന്തായിരുന്നു? അത് സ്വർണത്തിൽ ഒതുങ്ങുന്ന ഒന്നായിരുന്നില്ല. ലോകഭൂപടങ്ങളിൽ മരണമില്ലാത്തൊരു സാമ്രാജ്യം, വിജ്ഞാനത്തിന്റെ നഗരമെന്ന് പേരെടുത്ത ടിംബക്ടു, പിന്നെ പടിഞ്ഞാറൻ ആഫ്രിക്കൻ കലയ്ക്കും വാസ്തുവിദ്യയ്ക്കും അദ്ദേഹം നൽകിയ ഒരു സുവർണ കാലഘട്ടം. ഇന്നത്തെ നമ്മുടെ സമ്പത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെപ്പോലും ചോദ്യം ചെയ്യുന്നൊരു ജീവിതകഥ. മാൻസ മൂസയുടെ കഥ നമ്മളോട് ഒരു വലിയ ചോദ്യം ചോദിക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ യഥാർത്ഥ പൈതൃകം എന്നു പറയുന്നത് അയാൾ എത്ര സ്വർണം സമ്പാദിച്ചു എന്നതിലാണോ, അതോ അയാൾ ലോകത്തിന് എത്രത്തോളം അറിവ് പകർന്നു നൽകി എന്നതിലാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്?